ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഈ അടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അതിലൊരുപാട് പേര് പോൾ ചെയ്തിരിക്കുന്നത് വെറൈറ്റി മോഡലിലുള്ള കുർത്തി പാറ്റേൺസ് വേണമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അങ്കരക്ക സ്റ്റൈലിൽ നെക്ക് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട് ഞാൻ മെയിൻ ഫാബ്രിക് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2.5 മീറ്റർ ക്ലോത്ത് എടുത്തിരിക്കണേ. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കണേ. ഈ ഒരു 2.5 മീറ്റർ ഫാബ്രിക്കിന് 149 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണേ. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിരിക്കണേ, ഈ 2 മെറ്റീരിയലും ക്യൂനിന്നാണ് കേട്ടോ എടുത്തിരിക്കണേ, തൃശ്ശൂരുള്ള. അതുപോലെ തന്നെ മിനിമം 1/2 മീറ്ററാണ് വാങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാബ്രിക് 1/2 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനും പെർ മീറ്റർ 149 കേട്ടോ വരുന്നത്. 1/2 മീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ മിനിമം 1/2 മീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് 1/2 മീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു പാറ്റേണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം സാധാ പോലെ സ്ലിറ്റഡ് ആയിട്ട് എങ്ങനെയാണോ കട്ട് ചെയ്യാറ് ആ ഒരു പാറ്റേണിൽ ഞാനിവിടെ ബോഡി പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ സൈഡിൽ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുർത്തീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് റോങ് സൈഡാണ്. ഇനി ഇതേ ഈ ഒരു പോയിന്റിൻ്റെ ഇങ്ങോട്ട് മുകളിലായിട്ട് ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ അടിയിലേക്ക് ഞാൻ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 14 ഇഞ്ച് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. 14 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഞാൻ അടിഭാഗത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 3 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തങ്ങ് വരയ്ക്കാം കേട്ടോ. അങ്ങനെ ഈ 2 പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വരച്ചേക്കട കട്ട് ചെയ്യണ്ട, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 1/2 ഇഞ്ചിൽ ഇതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. ഒരു ഗ്ലാസിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കണേ. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വെക്കാനായിട്ട് ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഞാനൊരു മെറൂൺ കളറാണ് കേട്ടോ എടുത്തിരിക്കണേ. ഇനി അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. ബോഡി പോർഷന് മാച്ചിങ് ആയിട്ട് ഞാൻ മെറൂൺ കളർ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേക്കുകയാണ്. അപ്പോൾ ഓപ്പൺ സൈഡ് ഇവിടെയാണ് വരുന്നത്, മടക്ക് വശം ഇവിടെയാണ് കേട്ടോ. ഇനി ഇതിന് ഒരു മടക്കും കൂടി മടക്കുകയാണ്. ഇപ്പോൾ 4 ആയിട്ട് ഞാനിവിടെ തുണീനെ മടക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്ക് വരുന്നത് ദേ ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്ത മെഷർമെൻറ്റിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റ്സും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ 4.5 ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ഞാൻ 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 14.5 വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാൻ 3.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതും ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ നെക്കിൻ്റെ വീതി ഞാനിവിടെ 3.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3.25 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അവിടെ അങ്ങ് മാർക്ക് ചെയ്തു.
അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് ഞാൻ 5.25 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 5.25 ഇഞ്ച് വരണേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഞാനിവിടെ നെക്കിൻ്റെ വീതി 3.25 ആദ്യം പറഞ്ഞത്, ഞാനത് മാറ്റിയിട്ടുണ്ട്, 3.5 ഇഞ്ചാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ രണ്ടാമതൊരു ലൈൻ കാണുന്നത്. ഇനി എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാണ്. ഞാൻ വി തന്നെ ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നെക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വരച്ചേക്കടെ തന്നെ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സെൻറ്റർ അറിയാനായിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അടിഭാഗത്തായിട്ട് ചെറുതായിട്ട് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ്. ഇനി അടുത്തായിട്ട് ഈ ഒരു നെക്കിൻ്റെ അടിവശം ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നീട്ടി വരയ്ക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഒന്ന് ഇതേ ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പം ഈ വരച്ചേക്കടെ അങ്ങ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ 2 പീസാണ് നമുക്ക് കിട്ടിയിരിക്കണേ. രണ്ടിൻ്റെയും സെൻറ്ററും ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പാറ്റേൺ ആയിട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കേണ്ട പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ആ സെൻറ്ററും നമ്മൾ നോച്ചിട്ട് കൊടുത്തുല്ലോ, ആ സെൻറ്ററും കറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പാറ്റേൺ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ സെൻറ്ററിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇനി ഇതിൻ്റെ ലൈനിങ് ആയിട്ട് സെയിം ഇതേ ഷേപ്പിൽ തന്നെ 2 പീസ് ക്ലോത്ത് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. 2 പീസിലേക്കും വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസിലേക്കും ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് മെയിൻ ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ അടുത്ത പീസിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ പൈപ്പിംഗ് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പൈപ്പിംഗ് ത്രെഡാണ്. ഇതിന് എനിക്ക് തോന്നുന്ന പെർ മീറ്റർ 5 രൂപയാണ് കേട്ടോ. ഇനി ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ഈ ഒരു നെക്കിനോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ഇതേ ഷേപ്പിന് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പൈപ്പിങ്ങിനോട് ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു തുണിയുടെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഈ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പൈപ്പിങ്ങിനോട് തൊട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൈപ്പിങ്ങിനോട് തൊട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതങ്ങ് മടക്കി കഴിഞ്ഞാൽ നീറ്റായിട്ട് ആ ഒരു പൈപ്പിംഗ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു തുണീനെ ജസ്റ്റ് ഇതുപോലെ അങ്ങ് മടക്കുകയാണ് കേട്ടോ. ഇനി അരികത്തേക്കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നെക്ക് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും നെക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 പീസിൻ്റെയും നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചുറ്റും ഒന്ന് അരികത്തേക്കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇങ്ങനെ തയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതങ്ങ് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സൈഡിലും ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ അതേ ഷേപ്പിൽ വെച്ചതിന് ശേഷം ഇതങ്ങ് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ അതേ ചുറ്റും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉള്ള കാരണം ഈ ഒരു പോയിന്റ് മുതൽ ഇങ്ങോട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഈ ഒരു 3 സൈഡും ഞാൻ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ പൈപ്പിംഗ് ലേസ് ഈ ഒരു തുണിയുടെ നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷം ഈ ഒരു പൈപ്പിങ്ങിനോട് ചേർന്ന് ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് തയ്ച്ച് പോവുകയാണ് കേട്ടോ. ഈ ഒരു കോർണർ എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിന് തന്നെ ഈ ഒരു കോർണറും കിട്ടും. അങ്ങനെ ഈ ഒരു 3 സൈഡും പൈപ്പിംഗ് വെച്ച് ഞാൻ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ പൈപ്പിംഗ് വെച്ച് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇത് തിരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണർ കണ്ടിട്ട് ഞാൻ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ഇതുപോലെ തിരിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുറ്റും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ പൈപ്പിംഗ് വെച്ച അരികൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബോഡി പോർഷൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് വെച്ച ഈ ഒരു നെക്കിൻ്റെ പീസ് കറക്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അരികത്തേക്കടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണേക്ക് മുമ്പായിട്ട് മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീങ്ങാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം. കറക്റ്റ് അപ്പോൾ ഇതിക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.